ഗുഡ് ഈവനിങ് ഗൈസ്. ഞാൻ സൂത്രം കാണിച്ചു തരാവേ. ഞങ്ങൾക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയല്ലോ. അതേ ചക്കപ്പഴം കണ്ട. ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴമാണേ. ഇതാ നിങ്ങളെവിടെയൊക്കെ ചക്ക പഴുത്തോ ഗൈസ്? എനിക്ക് ചക്ക നല്ല ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? വയനാട്ടിൽ ഇപ്പോൾ ചക്ക പഴുത്തു, ചെറുതായിട്ട് പഴുത്തു. എല്ലായിടത്തും പഴുത്തു തുടങ്ങി തോന്നില്ല കേട്ടോ. എന്തായാലും എനിക്ക് ചക്കപ്പഴം കിട്ടി. ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങൾ ചക്കപ്പഴം ഇരിഞ്ഞ് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിഞ്ഞ് ഓരോന്ന് ഇരിഞ്ഞ് ഞങ്ങൾ പ്ലേറ്റിലാക്കി. പിന്നെ ഞങ്ങൾക്ക് ഇനി മുതൽ അങ്ങോട്ട് ചക്കപ്പഴം തീറ്റിയായിരിക്കും പണി. ചക്കക്കാലം ആയാലും ഞങ്ങളുടെ നാട്ടിൽ ചക്കപ്പഴം, ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും, ചക്കപ്പുഴുക്കും മീൻ കറിയും, പിന്നെ ചക്കയുടെ അട, ചക്കയുടെ അപ്പം, വട്ടയപ്പം എന്നൊക്കെ പറയില്ല, അതുപോലെ ചക്കയുടെ അപ്പം ഞങ്ങൾ പ്ലേറ്റിലുണ്ടാക്കും. പിന്നെ എടനേൻ്റെ ഇലയിലുണ്ടാക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചക്കക്കാലമായ ഞങ്ങളുടെ പണി. നല്ലതാട്ടോ. ഇപ്പം കണ്ടെന്തൊക്കെയോ ചക്കേൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അല്ലേ? അങ്ങനെ വാർത്ത വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചക്ക നല്ലോണം കഴിക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചക്കപ്പുഴുക്കോ, ചക്കപ്പഴം, ചക്കയട അങ്ങനെയായിരിക്കും ചക്കക്കാലമായാൽ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ചക്ക വരട്ടിയതല്ലല്ലോ, ചക്ക വറുത്തത് അല്ല, ചക്ക എന്തോ പറയുമല്ലോ, നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ ചക്ക. കണ്ടോ, ചക്ക റെഡി. ഇനി ഇത് തിന്നാൽ മതി. കണ്ടോ, നല്ല സൂപ്പർ ചക്കപ്പഴം ഗൈസ്. കണ്ടോ, നല്ല ഓറഞ്ച് കളറിലുള്ള സൂപ്പർ ചക്ക. ഇനി ഞങ്ങൾക്കിവിടെ ചക്കപ്പഴം കാലമാണ്. അപ്പോൾ നമുക്ക് ചക്ക തിന്ന് എൻജോയ് ചെയ്യാം. എൻ്റെ ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞങ്ങൾ ചക്ക വെച്ചിട്ടുണ്ടല്ലോ, ചക്കക്കുരു മാങ്ങയും, ഇതായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ മെയിൻ കറി. ചക്കക്കുരു മാങ്ങയും ചെമ്മീനും, ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കറികൾ വരിക ചക്കക്കാലമായാൽ. ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രുചിയാണിത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമാണ്. ബൈ. അപ്പോൾ അടുത്ത വ്ളോഗിന് കാണാം. ഞാൻ തിന്ന് തീർക്കട്ടെ. ആർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. എന്നാലും ഈ വീട്ടിലെ ചക്ക കൊതിച്ച് ഞാനാണ്. ബൈ. ഞാൻ ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങളുടെ അപ്പൂസ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ടൂർ പോയതായിരുന്നോ? എവിടെയാ പോയത്? ഈ ജ്യൂസ് തന്നു. എന്നിട്ട് കളയില്ല. ഇത് എന്താ ജ്യൂസ് കുടിക്കാൻ. ഓക്കെ. എന്നിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലെ വിശേഷം? ഇത് എല്ലാവരോടും പറയും. കൊച്ചിന്റെ സ്കൂളിലെ വിശേഷം പറ. നമ്മനോട് പറ, എല്ലാരോടും പറ. അമ്മേനോട് പറ. എന്തൊക്കെ കളിച്ചു കൊടുക്കട്ടെ. ചക്ക ഇഷ്ടല്ലേ? ചെറിയ കഷ്ണം. നല്ല ടേസ്റ്റ്, മധുരം. ഇതോ? അത് കളയണ സാധനമല്ലേ? ഇതങ്ങനെ കഴിച്ചു നോക്കി. സൂപ്പറാണ്. എൻ്റെ അപ്പൂന്റെ ചക്ക. നല്ല മധുരമുണ്ട്. മധുരമുണ്ടെന്ന് പറ അവരോട്. സൂപ്പറാന്ന് പറ. സൂപ്പറാ? അത് മതിയോ? ഇത് അമ്മക്ക് അവര് കാണിച്ചു കൊടുക്കും. നല്ല ഗുഡ് ബോയ് അവള്. അങ്ങനെ തന്നെ ഞങ്ങളുടെ അപ്പൂസ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണേ. ഞങ്ങളുടെ കുട്ടി മടുത്തോ? ഓക്കെ, ഹാറ്റ് കിട്ടിട്ട് പോയി. ആണോ? ഇതും കൂടെ കഴിച്ചാ? പപ്പ അമ്മയോട് പറഞ്ഞു കൊച്ചിന്റെ ഹാറ്റ് വാങ്ങിച്ചു കൊടുത്തോന്ന്. കണ്ടോ, ഞങ്ങളുടെ കുട്ടിപ്പാപ്പു ടൂറും കഴിഞ്ഞ് വന്നതാണേ. ചേച്ചിക്കുട്ടി എവിടെ പോയി? ചേച്ചിക്കുട്ടിയെ ചെറിയ പട്ടീന്റെ കൂട്ടിലാക്കില്ലോ. നമ്മൾ പുതിയ പട്ടീനെ വാങ്ങിച്ചു പറ, പപ്പിക്കുട്ടീനെ. ഇല്ല, ഓക്കെ. ഇത് കൂടെ കഴിച്ചു. ടൂറിന് കൊണ്ടുപോയതല്ലേ? കുടിക്കാൻ. പപ്പ തന്നെ. അപ്പൊ ശരി ഗായ്സ്, ബൈ. ഞാൻ എൻ്റെ അപ്പൂസിനും മോളൂട്ടിക്കും ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചായയും ഇതൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.